വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. പുതിയൊരു ചാപ്റ്റർ, മൂന്നാമത്തെ പ്ലസ് ടു മാത്സിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് മെട്രിക്സ്. ഓക്കെ, മെട്രിക്സ് എന്നുള്ളതിൻ്റെ സിംഗുലർ ഫോമാണ്. ഈ ഒരു പേര് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഇതിൻ്റെ ബേസിക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ചാപ്റ്ററും അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. നമ്മൾ മാത്സിൽ പുതിയൊരു സംഭവമാണ് നമ്മൾ പഠിക്കുമ്പോൾ. നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കോംപ്ലക്സ് നമ്പർ എന്നുള്ളൊരു ചാപ്റ്റർ പഠിച്ചല്ലോ അല്ലേ, പുതിയൊരു സാധനം. അപ്പോൾ അതേപോലെ മാത്സിലുള്ള പുതിയൊരു ഐറ്റാണ് എന്ത് മെട്രിക്സ് എന്നുള്ളത്. ഏറ്റവും നമ്മളെ പെറ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ, അതേപോലെ മാത്സ് നമ്മളെല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ മുന്നേ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് എന്ത് മെട്രിക്സ് അല്ലേ. അത് എനിക്കറിയാം, അത് സിമ്പിളാണെന്ന് പറയും. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതിൻ്റെ എടുത്താൽ മതി. ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സിമ്പിളാണ് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊരു നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് സിമ്പിൾ ആവുള്ളൂ. അല്ലാതെ അതിൻ്റെ ഹെഡിങ് കണ്ടിട്ടോ അത് പേജ് മറിച്ച് കുറഞ്ഞ പേജുള്ളൂ എന്ന് എണ്ണി നോക്കിയിട്ടോ അല്ല നമ്മൾ ആ ചാപ്റ്റർ സിമ്പിളാണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ്. ഇവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെട്രിക്സ്, ആദ്യം നമ്മൾ ഈ ഒരു മെട്രിക്സിനെ പരിചയപ്പെടണം. എന്താണ് മെട്രിക്സ് എന്നുള്ളതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ, അതെങ്ങനെ ഫോം ചെയ്യുന്നത്, അതിൻ്റെ പാർട്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മെട്രിക്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് മെട്രിക്സുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ അതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ വരുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്. ഈ മെട്രിക്സ് ഓപ്പറേഷൻസ് ഏത് ഓപ്പറേഷൻസ് ആണ്? നമ്മൾ ഓൾജിബ്രൈക് ഓപ്പറേഷൻസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതിൽ അഡിഷനും സബ്ട്രാക്ഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ എക്സസൈസ് ക്വസ്റ്റ്യൻസും നല്ല അടിപൊളിയായിട്ട് പവർഫുൾ ആയിട്ട് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് മെട്രിക്സ് അല്ലേ. മെട്രിക്സിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണ്? നമ്മൾ മാത്സിലെ പുതിയൊരു ടേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മെട്രിക്സ് എന്നുള്ളത്. നമ്മൾ സ്കൂളിൽ 10th വരെ നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ബേസിക്കോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് മെട്രിക്സ്, എങ്ങനെയാണ് മെട്രിക്സ് ഫോം ചെയ്യുക, മെട്രിക്സിൽ എന്തൊക്കെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൽ വരുന്ന ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻ. നമ്പേഴ്സിൻ്റെയോ ഫങ്ഷൻ്റെയോ ഒരു ഓർഡർ ആയിക്കൊണ്ടുള്ള റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുക, അതെങ്ങനെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കുലർ ഷേപ്പ് അറേഞ്ച്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, അത് എന്തോ ആവാം. അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത ഏതിനെങ്കിലും 2 3 കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസാണ്. ആ ഡാറ്റാസിനെ അതിൻ്റെ ഔട്ട്പുട്ട് നമ്പേഴ്സാണ്. ആ നമ്പേഴ്സിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യണം, നോക്കാം. അപ്പോൾ ഞാൻ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. ഓക്കെ, ABCD. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്യുക? അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ നമ്പർ 1 2 3 ഓക്കെ 4 5 6 7 8 9 ഇതാ ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കേസിൻ്റെ ഒരു ബേസിൽ നമ്മളിങ്ങനെ ഇതിനെ തരംതിരിച്ചിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിനെ ഞാൻ വലിയൊരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓർഡേർഡ് ആയിട്ട് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷനെ ഇതേപോലെ അറേഞ്ച് ചെയ്യാം. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്ത് പറയാം, മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, മെട്രിക്സ് എന്നുള്ളത് ഒരു സിംഗുലർ ഫോമാണ്, അതിൻ്റെ പ്ലൂരൽ ഫോമാണ് മെട്രിസസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സിലുള്ള ഓരോ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഈ ഒരു മെട്രിക്സിൽ ഇത് റോ കോളം ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്പേഴ്സിനെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താ റോ കോളം എന്ന് പറഞ്ഞാൽ ഇതാണ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ അല്ലേ. ഇങ്ങനെ വരുന്ന ആളുകളാണ് നമ്മൾ റോസ് എന്ന് പറയാം. നമ്മൾ ലൈൻസ് ഉള്ള നോട്ട് ബുക്കിൽ അല്ലേ, അത് ആ ലൈൻസിൻ്റെ ആ ഒരു പൊസിഷനാണ് എന്ത് റോസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 3 റോ ആണ് നമുക്ക് ഈ ഒരു ഗിവൺ മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സിനുള്ളത്. ഓക്കെ, ഇനി കോളം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ നോട്ട് ബുക്കിൽ കോളം വരയ്ക്കുമ്പോൾ ഇതാ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, മേലിന്ന് താഴേക്കാണ് കോളം വരയ്ക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് ഇതിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കോളം വരുന്നുണ്ട്? 3 കോളം വരുന്നുണ്ട്. അപ്പോൾ 3 റോസും 3 കോളും ഉള്ള
ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, 1 2 3 പല റോസിലും കോളംസിലൊക്കെ ആയിട്ട് എല്ലാത്തിലും നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിനെ നമ്മൾ ഓരോ എൻട്രി ഇല്ലേ, ഓരോ ഡാറ്റ ഞാൻ ഇതിൽ എൻ്റർ ചെയ്താണ്. ഈ ഡാറ്റനെ അല്ലെങ്കിൽ ഈ എൻട്രീനെ നമ്മൾ പറയാം എന്ത് പറയാം, ഇവിടെ എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ സെറ്റൊക്കെ പഠിച്ച പോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ സെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചില്ല, അതേപോലെ. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ്, മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഈസ് എ is an ordered rectangular arrangement of numbers or functions. അപ്പോൾ ഇനി നമുക്ക് ഫംഗ്ഷൻസിനെ എങ്ങനെ ഇതേപോലെ അറേഞ്ച് ചെയ്യാം, എങ്ങനെയാണ്? ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബി എന്നുള്ളൊരു മെട്രിക്സ്, മറ്റൊരു എക്സാമ്പിളാണ് ബി എന്നുള്ളൊരു മെട്രിക്സ്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്. സൈൻ തീറ്റ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ? ഏത് ഫംഗ്ഷനാണ്? ട്രിഗ്ണോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പോൾ സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ ടാൻ തീറ്റ ഉണ്ട്, ഇവിടെ സീക്ക് തീറ്റ ഉണ്ട്. ഓക്കെ, ഈ ഒരു മെട്രിക്സ് നോക്കുക. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫംഗ്ഷൻസിനെ റോ കോളം ബേസിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട് അറിയാം, നമുക്കറിയാം. ഇവിടെയാണ്, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് റോ വരുന്നത് അല്ലേ? നമുക്ക് ഇതിൻ്റെ ഒരു പേര് കൊടുക്കാം, R1 എന്ന് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് റോ വരുന്നത്, R2 അല്ലേ? ഇനി എത്ര കോളം വരുന്നുണ്ട്? ഇത് കോളം C1 ആണ് അല്ലേ, ഫസ്റ്റ് കോളം എന്ന് പറയാം. ഇത് C2 ആണ്, സെക്കൻഡ് കോളം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഫംഗ്ഷൻസിനെ, ഇവിടെ നമ്പേഴ്സിന്റെ പകരം ഞാൻ ഫംഗ്ഷൻസിനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മിക്സ് ചെയ്തിട്ടും വരാം. എങ്ങനെ? നമ്പേഴ്സും ഫംഗ്ഷൻസും ഒക്കെ എന്ത് ചെയ്യുക, ഒരേ മെട്രിക്സിനകത്ത് വരാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സി എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. സി എന്നുള്ളൊരു മെട്രിക്സിൽ അത് ഒരു നമ്പർ 1, അതേപോലെ തന്നെ x² + 2, 3 ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, 5 ഉണ്ട്, 2x ഉണ്ട്. ഓക്കെ, ഇതും ഒരു മെട്രിക്സ് ആണ്. ഇപ്പൊ നേരത്തെ നമ്മളെ എക്സാമ്പിൾ എഴുതിയ രണ്ട് മെട്രിക്സും എയും ബിയും എന്താണ്, നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആണ് അല്ലേ? ഇപ്പൊ ഫസ്റ്റ് മെട്രിക്സിൽ എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്, കറസ്പോണ്ടിങ് 3 കോളം ഉണ്ട്. ഇനി ബി എന്നുള്ള മെട്രിക്സിലോ 2 റോ ഉണ്ട്, അതുപോലെ തന്നെ 2 കോളം ഉണ്ട്. ഇനി ഈ ഒരു മെട്രിക്സിൽ നമുക്ക് പറയാൻ പറ്റും എത്ര റോസ് ഉണ്ട് എന്നുള്ളത്. ഇവിടെ R1 എന്നുള്ളൊരു റോ ഉണ്ട് അല്ലേ, R2 എന്ന് പറയുന്ന വേറൊരു റോ ഉണ്ട് അല്ലേ, 2 റോസ് മാത്രമേ ഉള്ളൂ. കോളംസ് എത്ര വരുന്നുണ്ട്? C1 എന്നുള്ളൊരു കോളം ഉണ്ട്, അതുപോലെ തന്നെ C2 എന്നുള്ളൊരു കോളം ഉണ്ട്, ആൻഡ് C3 എന്നുള്ളൊരു 3 കോളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 2 കോളം അപ്പുറത്ത് 3 കോളം അപ്പുറത്ത് 2 റോസും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മെട്രിക്സിൻ്റെ ഫോർമേഷൻ എങ്ങനെ വരിക. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഫോം ചെയ്ത് വരാം. ഇത്ര കോളം വേണമെന്നോ ഇത്ര റോ വേണമെന്നോ എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് പറയാ, ഈ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോമിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്, മെട്രിക്സ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോകട്ടോ. അടുത്ത മെട്രിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. നമ്മളൊരു മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന സാധനമാണ് എന്ത്, ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ഓർഡറിൽ ഒരു മെട്രിക്സ് ജനറേറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ, നമ്മളൊരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ, ബൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ, നല്ല അടിപൊളി ബൈക്ക് വാങ്ങില്ലേ, ബൈക്ക് വാങ്ങിയപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ആദ്യം ചോദിക്കണത് ഏതാ മോഡൽ ചോദിക്കും അല്ലേ, ഏതാ മോഡലും ചോദിക്കും. ഇനിയിപ്പോൾ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് ഏതാ മോഡൽ, പിന്നെ ചോദിക്കുന്നത് പെട്രോൾ ആണോ ഡീസൽ ആണോ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മെട്രിക്സിൽ ഏത് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഓർഡർ, എത്ര ഓർഡർ അതിൻ്റെ മെട്രിക്സിൻ്റെ, അല്ലെങ്കിൽ ഇന്ന ഓർഡറിലൊരു മെട്രിക്സ് നമ്മളോട് ഫോം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഓർഡർ എന്നുള്ളത് ഒരു മെട്രിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ, ഓർഡർ ഓഫ് മെട്രിക്സ്. ഓർഡർ ഓഫ് മെട്രിക്സ് എന്താണ്? ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും, അതെ അതിൻ്റെ ഒരു കൗണ്ട് അല്ലേ, അതിൻ്റെ ഒരു ടേമാണ് എന്ത്, ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ്? നമ്പർ ഓഫ് റോസ് ഇൻറ്റു അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്.
ഓക്കെ, നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക, നമ്പർ ഓഫ് റോസിനെ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ എം ആണ്. ഇതിനെ നമ്മൾ പറയാം എം ബൈ എൻ എന്ന് പറയും. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. ഹിയർ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. ഇതിൽ കുറച്ച് എലമെൻ്റ് ഉണ്ട്, 1 2 3 4 എന്നുള്ള 4 എലമെൻ്റ് ഉണ്ട് അല്ലേ. ഇവിടെ ഇതിൻ്റെ ഈ ഒരു എ എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇവിടെ നമ്പർ ഓഫ് റോസ് എത്ര വരുന്നത്? നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു 2 ആണ് അല്ലേ, 2 റോ ആണ് ഈ ഒരു മെട്രിക്സിൽ വരുന്നത്. ഇനി നമ്പർ ഓഫ് കോളംസ് എത്ര വരുന്നത്? ഈക്വൽ ടു 2 തന്നെയാണ് അല്ലേ, നമ്പർ ഓഫ് കോളംസും 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? എം ബൈ എൻ എന്ന് പറഞ്ഞാൽ 2/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് ഞാൻ എ എന്നുള്ള ഒരു മെട്രിക്സിന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഏതാണ് ഓർഡർ? 2/2, 2 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. ഈ 2/2നെ നമ്മൾ ഈ മെട്രിക്സിൻ്റെ ബോട്ടം റൈറ്റ് സൈഡിൽ ഇതാ ഇങ്ങനെ ഫോം ചെയ്യും, ഇങ്ങനെ എഴുതും. ഇതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ ഓഫ് മെട്രിക്സ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഓർഡർ തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം അല്ലേ, അത് കണ്ടിട്ട് പറയാം. ഇനി നമ്മളോട് പറയുകയാണെന്ത്, ബി എന്നുള്ളൊരു മെട്രിക്സ് ഫോം ചെയ്യണം. ബി എന്നുള്ളൊരു മെട്രിക്സ് നമുക്ക് ഫോം ചെയ്യണം, മെട്രിക്സ് ബി നമുക്ക് ഫോം ചെയ്യണം. അതിൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ 3/2 ആണ്. 3/2 ഓർഡറുള്ള ഒരു മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോസും 2 കോളം അല്ലേ. അപ്പോൾ ബി എന്നുള്ളൊരു മെട്രിക്സ്, ഹിയർ ബി ഈക്വൽ ടു 2 റോസും 3 കോളമാണ് അല്ലേ. അപ്പോൾ ഞാൻ 2 റോസ് 1 2 3 അല്ലേ, 3 കോളം, ഇത് 3 കോളമാണ് അല്ലേ, 4 5 6. ഓക്കെ, ഇവിടെ എത്ര വരുന്നത്? ഇതാ R1 എന്നുള്ള ഒരു റോ ഉണ്ട്, R2 എന്നുള്ള രണ്ടാമത്തെ റോ ഉണ്ട്, C1 എന്നുള്ള ഒന്നാമത്തെ കോളം, C2 എന്നുള്ള രണ്ടാമത്തെ കോളം, ആൻഡ് C3 എന്നുള്ള മൂന്നാമത്തെ കോളം. അപ്പോൾ 3 റോയും 2 റോയും 3 കോളം ഉള്ള ഒരു മെട്രിക്സിനെ ഞാൻ ഫോം ചെയ്തു. ഇതിൻ്റെ ഓർഡർ എന്താണ്? M/n അല്ലെങ്കിൽ 3/2 അല്ലേ. 3/2 ആണ് ഈ ഒരു ഗിവൺ മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താ എന്നുള്ളതിനെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം അതിൻ്റെ ഓരോ എലമെൻസിൻ്റെ എങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക, ജനറലി മെട്രിക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. ഒരു ഹെഡിങ് എഴുതുക, ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മെട്രിക്സ്. ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ മെട്രിക്സ്. അപ്പോൾ നമുക്കൊരു മെട്രിക്സിനെ എങ്ങനെ ഫോം ചെയ്യാം? എൻ്റെ കയ്യിൽ എം റോസും n കോളംസും ഉള്ള ഒരു മെട്രിക്സ് ഉണ്ട്. എന്താണ്? ബി എ ഒരു മെട്രിക്സ് ആണ്. എ എന്നുള്ളത് ഒരു മെട്രിക്സ് ആണ്. ബി എ മെട്രിക്സ് വിത്ത് m റോസ് ആൻഡ് n കോളംസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ ഏറ്റവും ബേസിക് ആയിട്ട് എൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു Aij, അതിൻ്റെ ഓർഡർ M/n. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി Ij എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എ എന്നുള്ള എലമെൻറ്റിൻ്റെ പൊസിഷനാണ്, അതിൻ്റെ അഡ്രസ്സാണ് അല്ലേ. I എന്ന് പറഞ്ഞാൽ എത്രാമത്തെ റോല് അല്ലേ, എത്രാമത്തെ റോല്. ജെ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ കോളം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എലമെൻ്ററി ഫോമിലൊന്ന് എഴുതി നോക്കാം. എ എന്നുള്ളൊരു മെട്രിക്സ് ഫസ്റ്റ് എലമെൻറ്റ് വരിക A11 ആണ്. എന്താണ് A11 എന്ന് പറഞ്ഞാൽ? എലമെൻറ്റ് A11 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഴുതാം, A11 എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഇൻ
element in first row first column അല്ലേ, എലമെന്റ് ഇൻ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതാണ് A11 എന്ന് പറഞ്ഞാൽ. ഇനി A12 എന്നുള്ളത് ഞാൻ ഇവിടെയാണ് എഴുതിയത്. ഓക്കെ, ആ A12 എന്ന് പറഞ്ഞാൽ എന്താ? A12 പറഞ്ഞാൽ എലമെന്റ് ഇൻ ഏതാ റോ ഏതാണ്? ഫസ്റ്റ് റോ ആണ്. കാരണം A1 ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ, 1 റെപ്രസെന്റ് ചെയ്യുന്നത് റോസിനാണ്, എത്രാമത്തെ റോ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് റോ. ഇനി കോൾ ഏതാ വരുന്നത്? സെക്കൻഡ് കോളാണ്, അതാണ് 2 എന്നുള്ള ആൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് കോളം. ഓക്കെ, ഇനി A21 എന്ന് പറഞ്ഞാൽ എന്താ? A21 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ആളാണ് 2 എന്നുള്ളത് എന്താണ്? നമ്പർ ഓഫ് റോ ആണ്. അപ്പോൾ എലമെന്റ് ഇൻ സെക്കൻഡ് റോ അല്ലേ, സെക്കൻഡ് റോ ആൻഡ് ഫസ്റ്റ് കോളം. A22നെ നമുക്ക് എങ്ങനെ പറയാം? A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് ഇൻ സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം. ക്ലിയർ ആണല്ലോ? എന്താണ് ഇതിന്റെ ഓർഡർ? എന്താണ് ഇതിന്റെ ഓർഡർ വരുന്നത്? M/N ആണ് ഇതിന്റെ ഓർഡർ വരുന്നത് അല്ലേ, ഒരു 2/2 മെട്രിക്സ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഇനി ഇതൊരു 3 അല്ലെങ്കിൽ 4 റോസ് ഒക്കെ ഉള്ള 4 കോളം 5 കോളൊക്കെ ഉള്ള മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് എങ്ങനെ വരും? A41 അല്ലെങ്കിൽ A24 എന്നുള്ള രീതിയിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതിന്റെ പ്ലേസ്, അതിന്റെ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ അഡ്രസ്സ് അവിടെ എഴുതും. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നമുക്ക് മെട്രിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വേരിയസ് ടൈപ്സ് ഓഫ് മെട്രിക്സുകളാണ്. അതെ, ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് മെട്രിക്സ്. അടുത്തൊരു ഹെഡിങ് എഴുതാം, ടൈപ്സ് ഓഫ് മെട്രിക്സ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് മെട്രിക്സ് ആണുള്ളത് നമുക്കുള്ളത് നോക്കാം. ആദ്യം ഒന്നാമതായിട്ട് നമുക്ക് എഴുതാനുള്ളത് കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ്. എന്താണ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഓൺലി 1 കോളം, ഒരേ ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? കോളം മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ എങ്ങനെ എഴുതാം? A കോളം മെട്രിക്സ് only has 1 column. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്, അതിലെന്താണ് Aij ആണ് അതിൻ്റെ ഒരു ഫോം എങ്കിൽ അത് കോളം മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്ലേസിൽ വരുന്നത് ഓർഡറിന്റെ Nന്റെ പ്ലേസിൽ എപ്പോഴും 1 ഏകാരം അല്ലേ? എങ്ങനെ 1 വരും? അപ്പോൾ Aനെ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഇതാണ് ഒരു മെട്രിക്സ്. 2 4 6 ആണ് എലമെന്റ്സ് വരുന്നത്. ഓക്കെ, ഈ മെട്രിക്സിൽ എത്ര റോ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? 3 റോ ഉണ്ട് അല്ലേ? ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ. അപ്പോൾ 3 റോ, 3 എത്ര കോളം ഉണ്ട്? ഒരേ ഒരു കോളം മാത്രമേ ഉള്ളൂ, 3/1. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ഓൺലി ഹാസ് 1 കോളം, ഒരേ ഒരു കോളമുള്ള മെട്രിക്സിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് റോ മെട്രിക്സ്. ഇതൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ആ മെട്രിക്സ്. അപ്പോൾ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞ പോലെ റോ മെട്രിക്സ് എന്താ? വിച്ച് ഹാസ് ഓൺലി 1 റോ, ഒരേ ഒരു റോ ഉള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം? റോ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, A റോ മെട്രിക്സ് only has 1 റോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാട്രിക്സ് ഫോം എങ്ങനെ വരിക? ബി എന്നുള്ളൊരു മെട്രിക്സ് ആണ്. Aij എന്നുള്ള എലമെന്റ്, നമ്പർ ഓഫ് റോ എന്നുള്ള ഫസ്റ്റത്തെ ആളാണല്ലേ, അപ്പോൾ അവിടെ എന്താവും? 1 വരും. 1/n എന്ന് വരും. ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ 2 8 10 അല്ലേ? ഇതൊരു മെട്രിക്സ് ആണ്, ബി എന്നുള്ളൊരു മെട്രിക്സ് ആണ്.
ഇവിടെ എത്ര റോ ഉണ്ട്? ഒരേ ഒരു റോ ഉള്ളൂ. എത്ര കോളം ഉണ്ട്? 2ന്റെ ഒരു കോളം ഉണ്ട്, 8ന്റെ ഒരു കോളം ഉണ്ട്, 10ന്റെ ഒരു കോളം ഉണ്ട്. 3 കോളം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് 2 ടൈപ്പ് വരുന്നത്, റോ മെട്രിക്സും അതുപോലെ തന്നെ കോളം മെട്രിക്സും. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പ്, ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ നമ്മൾ ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത് റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ് അല്ലേ? റെക്റ്റാങ്കുലർ എപ്പോഴാണ് സ്ക്വയർ ആവുക? അതിൻ്റെ 2 സൈഡ് ഈക്വൽ ആകുമ്പോൾ. അതായത് ഈ മെട്രിക്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 2/2 ഒരു എക്സാമ്പിളാണ്, 3/3 ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെയെങ്കിലും നമുക്ക് അതിന് എന്ത് പറയാം? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ? എല്ലാ നോൺ ഡയഗണൽ എലമെൻസും 0 ആവണം. ഓക്കെ, ഡയഗണൽ എലമെൻസ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും 0 ആണെങ്കിൽ നമുക്ക് അതിന് സിമ്പിളായിട്ട് എന്ത് പറയാം? ഏതിൽ? സ്ക്വയർ മെട്രിക്സിൽ. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇന്ന ഡയഗണൽ മെട്രിക്സ്, in a diagonal matrix all the non-diagonal elements are 0. All the non-diagonal elements are 0. Okay, here ഡയഗണൽ മെട്രിക്സ് ഓൺലി പോസിബിൾ ഇൻ ഏതിലെ? സ്ക്വയർ മെട്രിക്സിൽ. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി എഴുതാം. എ ഡയഗണൽ മെട്രിക്സ് ഈസ് പോസിബിൾ ഓൺലി ഇൻ എ സ്ക്വയർ മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ എഴുതാം. ഒരു ഡയഗണൽ മെട്രിക്സ് 2/2 ഓർഡറിലുള്ളാവണം, അതല്ലെങ്കിൽ 3/3 ഓർഡറിലുള്ളാവണം. അതാവണം ഡയഗണൽ മെട്രിക്സ്. എന്താണ്? 1 0 0 0 2 0 0 0 3. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം എന്താ? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. അതായത് 3 ആണ് വരുന്നത്, ഇല്ലേ? 2 3 ആണ്. ഇനി ഇവിടെ നോക്കുക, ഡയഗണൽ എലമെന്റ്സ് എന്ന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ 3 ആളുകളാണ് ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, 1 2 3. ഈ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത എൻട്രീസ് അല്ലാത്ത ബാക്കി എല്ലാ എൻട്രീസും എലമെന്റ്സും എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് നാലാമത്തെ ടൈപ്പ് മെട്രിക്സ് ആണ് സ്കേലാർ മെട്രിക്സ്. എന്താണ് സ്കേലാർ മെട്രിക്സ്? സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷേ ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഡയഗണൽ എലമെന്റ്സ് എല്ലാവരും ഈക്വൽ ആവണം. ഓക്കെ, ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആവണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആ മെട്രിക്സിന് എന്ത് പറയാം? സ്കേലാർ മെട്രിക്സ് എന്തും കൂടിയാണ്? ഡയഗണൽ മെട്രിക്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. എ സ്കേലാർ മെട്രിക്സ് ഈസ് എ ഡയഗണൽ മെട്രിക്സ് where diagonal elements are equal. അവിടെ എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ അല്ല സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ എഴുതി നോക്കിയാലോ? അതിനൊരു എക്സാമ്പിൾ, ഒരു സ്ക്വയർ മെട്രിക്സ് ആണല്ലേ? 0 -1 0 0 0 -1. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കുള്ള ഈ ഒരു ഡയഗണൽ എലമെന്റ്സ് 3 ആളുകൾ, ഈ 3 ആളുകളും ഈക്വൽ ആണ്. അതുപോലെ തന്നെ എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. അടുത്തൊരു ടൈപ്പാണ് സ്ക്വയർ മെട്രിക്സ്. നമ്മളത് പറയാൻ വിട്ടതാണ്. സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, നമ്മൾ
ഡയഗണൽ മെട്രിക്സ് എന്താ എന്ന് കേസ് പറഞ്ഞിടത്ത് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ മെട്രിക്സ് ഹാസ് equal number of rows and columns അല്ലേ? റോസ് ആൻഡ് കോളംസ് 2 1 3 4. ഇതൊരു 2x2 സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഒരു 2x2 സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഇനി 1 2 3 4 5 6 7 8 9 ഇതൊരു 3x3 സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതാണ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഡയഗണൽ മെട്രിക്സ് പ്ലേസ് ചെയ്തെടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡയഗണൽ മെട്രിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാലർ ഡിഫൈൻ ചെയ്തു, എന്താണ് സ്കാലർ മെട്രിക്സ് എന്നുള്ളത്. ഇനി അടുത്തൊരു ടൈപ്പാണ് ഐഡന്റിറ്റി മെട്രിക്സ്. എന്താ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത ബാക്കി എല്ലാവരും 0 ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാ ആളുകളും 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1 ആണെന്ന് പറയുമ്പോൾ ആ 3 ആളുകളും ഈക്വൽ ആണ്, നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. അപ്പോൾ നമുക്ക് എന്തും കൂടി പറയാം? ഐഡന്റിറ്റി മെട്രിക്സ് ഒരു സ്കേലാർ മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞൂടെ? അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സ് ആണ് എന്നും കൂടി പറഞ്ഞൂടെ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. an identity matrix is a diagonal matrix where all diagonal elements are 1. ഡയഗണൽ എലിമെന്റ്സ് എല്ലാ ആളുകളും എന്താണ്? 1 ആണ്. 1 ആണെന്ന് പറയുമ്പോൾ അത് ഈക്വൽ ആണല്ലോ, അപ്പോൾ അതെന്തായി? സ്കേലാർ ആണ്. നോൺ ഡയഗണൽ എലിമെന്റ്സ് ഒക്കെ 0 ആണല്ലോ, അപ്പോൾ അത് എന്തും കൂടിയാണ്? ഡയഗണൽ മെട്രിക്സും കൂടിയാണ്. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ 1 0 0 1. ഇതൊരു 2x2 സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ മെട്രിക്സ് ആണ്, സ്കേലാർ മെട്രിക്സ് ആണ്, ആൻഡ് ഓൾസോ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. ഓക്കെ, ഇതെന്തുണ്ട്? ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് എന്നുള്ളത് അല്ലേ? സീറോ മെട്രിക്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയല്ല. മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? 0 ആണ്. അതിനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം? സീറോ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, എ മെട്രിക്സ് സെഡ് ടു ബി സീറോ മെട്രിക്സ് ഓർ ഒരു പേരും കൂടി അതിന് പറയും നൾ മെട്രിക്സ്. മീനിങ് തന്നെയാണ് സീറോ മെട്രിക്സ് തന്നെയാണ്. മെട്രിക്സ് ഇഫ് ഓൾ എലമെന്റ്സ് ആർ 0. എല്ലാ എലമെന്റ്സും എന്താണ്? 0 ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? നൾ മെട്രിക്സ് എന്ന് പറയാം, അതല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു 2x2 ഓർഡറുള്ള സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, ഇതൊരു മെട്രിക്സ് ആണ്. ഇതൊരു മെട്രിക്സ് ആണ്. ഓക്കെ, 1/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. ഇതൊരു 2x2 ഓർഡറുള്ള സീറോ മെട്രിക്സ് ആണ്, 1/2 ഓർഡറുള്ള സീറോ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും? സീറോ മെട്രിക്സ് എന്ന് പറയും. എല്ലാ എലിമെന്റ്സും എന്താണ്? 0. ക്ലിയർ ആണല്ലോ? ഓരോന്നും വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ? നോട്ട് ചെയ്തിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 1. ഇവിടെ നമുക്ക് കൺസിഡർ ദി ഫോളോയിങ് information regarding the number of women and men workers in 3 factories. 3 ഫാക്ടറിയിലുള്ള വുമൺ വർക്കേഴ്സും മെൻ വർക്കേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്പേഴ്സ് ആണ് അവിടെ നമുക്ക് തന്നിട്ടുള്ളത്. റെപ്രസെൻറ്റ് ദി എബോവ് ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് ഒരു 3x2 മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, വാട്ട് ഈസ് ദി എൻട്രി ഇൻ ദി തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? നമ്മൾ ഫോം ചെയ്ത മെട്രിക്സിൽ തേർഡ് റോ സെക്കൻഡ് കോളം എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു 3x2 ഓർഡറുള്ള മെട്രിക്സ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്
ഓർഡർ ഓഫ് മെട്രിക്സ് എന്താണ്? ഓർഡർ ഓഫ് മെട്രിക്സ് ഈക്വൽ ടു 3/2 ആണ് അല്ലേ? എന്താണ് 3/2ൻ്റെ മീനിങ്? 3 എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്പർ ഓഫ് റോസ് ആണ് അല്ലേ? നമ്പർ ഓഫ് റോസ് ആണ്. ആൻഡ് 2 എന്നുള്ളത് എന്താണ്? നമ്പർ ഓഫ് കോളംസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു 3/2 മെട്രിക്സ്, നമുക്ക് ആ മെട്രിക്സിന് എന്ത് കൊടുക്കാം? ഒരു പേര് എ എന്നുള്ളൊരു മെട്രിക്സിൻ്റെ പേര്. ഓക്കെ, ഇതിൻ്റെ ഓർഡർ എന്താണ്? 3 റോ ആവശ്യമാണ്, 2 കോളം ആവശ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം? ഫസ്റ്റ് റോ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഫാക്ടറിയിലുള്ള വുമൺ മെൻ വർക്കേഴ്സിൻ്റെ നമ്പേഴ്സാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഫാക്ടറിയിൽ എത്ര മെൻ വർക്കേഴ്സ് ഉണ്ട്? 30 ഉണ്ട്. വുമൺ വർക്കേഴ്സ് എത്ര ഉണ്ട്? 25 ഉണ്ട്. ഇനി സെക്കൻഡ് റോ ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു? രണ്ടാമത്തെ ഫാക്ടറിയിലുള്ളത്, അതായത് 25 മെൻ വർക്കേഴ്സും അതേപോലെ 31 വുമൺ വർക്കേഴ്സും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് റോ ആയിട്ട് ഞാൻ ആര് കൊടുത്തു? 27 മൂന്നാമത്തെ ഫാക്ടറി കൺസിഡർ ചെയ്തു. അപ്പോൾ 27 മെൻ വർക്കേഴ്സാണ് അതിലുള്ളത് ആൻഡ് 26 വുമൺ വർക്കേഴ്സ് ആണുള്ളത്. ഇനി ഈ ഒരു മെട്രിക്സ് നോക്കിയേ, ഇവിടെ 3 റോ ആണുള്ളത് അല്ലേ? 1, 2 ആൻഡ് 3. ഇനി 2 കോളം ഉണ്ട് അല്ലേ? ഒരു കോളം ഇവിടെ, ഒരു കോളം ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/2 ആണ്. അപ്പോൾ നമ്മൾ 3/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് നമുക്ക് തന്ന ഡാറ്റാസിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തു. ഇനി ഇവിടെ ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം. തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേർഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തേർഡ് റോ, സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഇതാണ് സെക്കൻഡ് കോളം അല്ലേ? ഈ ഒരു നമ്പറാണ് വരുന്നത് 26. അപ്പോൾ തേർഡ് റോ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറി 3 വുമൺ വർക്കേഴ്സാണ് എണ്ണാണ് നമുക്ക് അതിൽ കിട്ടുന്നത് അല്ലേ? അപ്പോൾ എന്താണ് തേർഡ് റോ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ? വുമൺ വർക്കേഴ്സ് ഇൻ ഫാക്ടറി 3. ഫാക്ടറി 3 അല്ലേ? ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ളൊരു മെട്രിക്സ് ഫോം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ 2. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ്. മെട്രിക്സിൽ എന്തുണ്ട്? നമുക്കൊരു മെട്രിക്സ് ഉണ്ട്. എന്താണ് മെട്രിക്സ്? 8 എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? അങ്ങനെയെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ, ടോട്ടൽ 8 എലമെന്റ്സ് ഉണ്ട് എങ്കിൽ ഏതൊക്കെ പോസിബിൾ ആണ്, ഏതൊക്കെ നമ്പേഴ്സാണ് ഇതിന് ഓർഡർ ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളത്, പോസിബിലിറ്റി ഉള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ടോട്ടൽ എലമെന്റ്സ് ഈക്വൽ ടു എത്രയാണ്? 8 ആണ്. നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ ഓഫ് എ മെട്രിക്സ് നമ്മൾ ജനറലായിട്ട് നമ്മൾ അതിനെങ്ങനെ എഴുതും? m/n എഴുതും അല്ലേ? m/n. ഈ m/n എന്നുള്ളതിനെ m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. ആ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എലമെന്റ്സ് ആണ് കിട്ടുക. എത്ര എലമെന്റ് എണ്ണം അതിലുണ്ട് എന്നുള്ളത് കിട്ടും. അപ്പോൾ m/n മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 8 ആണ് കിട്ടുക. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മളോട് 8 തന്നിട്ട് എമ്മും എന്നും വരാനുള്ള നമ്പേഴ്സിൻ്റെ പോസിബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചത്. എമ്മും എൻ വരെ ഏതൊക്കെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിങ് എന്താ? 8ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലേ? നമുക്ക് ആദ്യം എഴുതുന്നത് 1 × 8 എന്താണ്? 8 ആണ്. ഇതിന് മീനിങ് എന്താ? ഇവിടെ ഫസ്റ്റ് 1 റോ വരാം, 8 കോളംസ് വരാം അല്ലേ? ഇത് നേരെ തിരിച്ചു വന്നൂടെ? 8 റോ 1 കോളം വന്നാൽ ആൻസർ ടോട്ടൽ എലമെന്റ്സ് എന്ത് തന്നെയാണ്? 8 തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി 2 × 4 വരാം, 8 ആണ്. 2 റോയും 4 കോളവും. ഇനി അത് തിരിച്ചു വരാം, 4 റോയും 2 കോളമായിട്ട് വരാം, 8 വരാം. ഇനി ഏതെങ്കിലും 8ന് പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. 1ൽ 2ൽ 3ൽ ഇല്ല, 3ൻ്റെ ടേബിളിലില്ല, 5ൻ്റെ ടേബിളിലില്ല, 6ൻ്റെ ടേബിളിലില്ല, 8ൻ്റെ 7 ഇല്ല, 8 എഴുതി, 9ൻ്റെ. അപ്പോൾ ഇത്രയാണ് നമുക്കെന്ത് പോസിബിൾ ഓർഡേഴ്സ് ആർ 1/8, 8/1, 2/4, 4/2. ഇത്രയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ്, 8 എലമെന്റ്സ് വരുന്നത്.
ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 3, കൺസ്ട്രക്റ്റ് എ 3/2 മെട്രിക്സ്. നമുക്കിവിടെ ഒരു 3/2 ഓർഡറിൽ ഒരു മെട്രിക്സ് ഉണ്ടാക്കണം. ആ മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻറ്റും എങ്ങനെയാണ്? ഓരോ എലമെൻറ്റും ഈ ഒരു ഫംഗ്ഷനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് ഓരോ എലമെൻറ്റും ഉള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് 3/2 ഓർഡറിൽ ഒരു മെട്രിക്സ് എന്താണെന്നുള്ളത് എഴുതുക. എ എന്നുള്ളൊരു മെട്രിക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഓർഡർ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ട് 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ 3 റോസ് ഉണ്ടാവും, 2 കോളം ഉണ്ടാവും അല്ലേ? ഫസ്റ്റ് എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ജനറൽ ഫോമിൽ എഴുതുമ്പോൾ A11 എന്ന് എഴുതാം. ഓക്കെ, A12 2 കോളം മാത്രമേ ഉള്ളൂ. A21 ആണ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് വരാം. A22 വരും അല്ലേ? A31 വരും, A32 വരും. ഇതാണ് നമ്മളെ 3/2 ഓർഡർ വരുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് A11 എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലുള്ള ആൾ. A12 പറഞ്ഞാൽ ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിലുള്ള ആൾ. അപ്പോൾ എൻ്റെ താഴെ കൊടുത്ത 1 എന്ന് പറഞ്ഞാൽ IJ എന്നാണ് അല്ലേ? ഐ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് റോസ് ആണ്. J എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു മെട്രിക്സിൽ റോ കോളം ബേസിൽ എന്ത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം കൺസിഡർ ചെയ്യുക ആരെയാണ്? ആറാണ്. റോ ആണ് കൺസിഡർ. RC ബോയ്സ് അല്ലേ? റോയൽ ചാലഞ്ചേഴ്സ്. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയെങ്കിൽ A11ൻ്റെ പ്ലേസിൽ ശരിക്കും ആരാ ഉണ്ടാവുക? ഇയാളാണ് ഉണ്ടാവുക. 1/2 മോഡുലസ് ഓഫ് I - 3J. ഇവിടെ ഐൻ്റെ പ്ലേസിൽ ആരാ? 1 ആണ്. അപ്പോൾ 1 - 3 ഇൻറ്റു ജെൻ്റെ പ്ലേസിൽ ആരാ? 1 തന്നെയാണ്. മോഡ് ഓക്കെ ഈക്വൽ ടു എന്താ വരിക? 1/2 ഇവിടെ ഓൾറെഡി ഉണ്ട്. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം അല്ലേ? 3 ഇൻറ്റു 1 പറഞ്ഞാൽ 3 ആണ്. 1 - 3 പറഞ്ഞാൽ ആരാ? -2 ആണ്. മോഡുലസിൻ്റെ പുറത്ത് വരുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് മോഡുലസ്. പുറത്ത് വരുമ്പോൾ എന്താവും? 2 ആവും. 2 ഇൻറ്റു ക്യാൻസൽ ആവും. ആൻസർ എന്താണ്? 1 ആണ്. അപ്പോൾ A11ൻ്റെ പൊസിഷനിൽ ആരായിരിക്കണത്? ഈ 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. A12 ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. എന്നേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. ഇവിടെ ഐൻ്റെ പ്ലേസിൽ ആരാ? ഐൻ്റെ പ്ലേസിൽ നമുക്ക് 1 തന്നെയാണ്. 1 - 3J. ജെൻ്റെ പ്ലേസിൽ ആരാ? 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 എന്താവും? 6 ആവും. 1 - 6 5 ആവും. അപ്പോൾ ആൻസർ എന്ത് വരും? 5/2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി വാട്ട് ഈസ് A21? അതിൻ്റെ പ്ലേസിൽ ആര് വന്നു? 2 വന്നു. ജെൻ്റെ പ്ലേസിൽ ആരാണ്? 1 ആണ്. 3 ഇൻറ്റു 1 ഈക്വൽ ടു 3 ഇൻറ്റു 1 3 ആണ്. 3 - 2 പറഞ്ഞാൽ 1 ആണ്. 1/2 തന്നെയാണ് എന്ത് വരിക? ആൻസർ വരിക. മോഡുലസിൻ്റെ പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും കേട്ടോ. A22 അടുത്ത എലമെൻറ്റ് സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് 1/2 മോഡുലസ് ഓഫ് അതിൻ്റെ പ്ലേസിൽ ആരാ? 2 തന്നെയാണ്. ജെൻ്റെ പ്ലേസിൽ ആരാ? 2 ആണ്. 3 ഇൻറ്റു 2 6 ആണ്. 6 - 2 പറഞ്ഞാൽ 4. മോഡുലസിൻ്റെ പുറത്ത് വരുമ്പോൾ 4 ആവും. അപ്പോൾ 4/2 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത എലമെൻറ്റ് തേർഡ് റോ A31 അതിൻ്റെ പ്ലേസിൽ ആരാ? അതിൻ്റെ പ്ലേസിൽ 3 ആണ്. 3 ഇൻറ്റു ജെൻ്റെ പ്ലേസിൽ ആരാ? 1 ഈക്വൽ ടു എന്ത് വരും? 3 - 3 0 ആവും. ഇനി ഒന്നും നോക്കണ്ട. കംപ്ലീറ്റ് ടേം എന്താവും? 0. A32 1/2 മോഡുലസ് ഓഫ് അതിൻ്റെ പ്ലേസിൽ ആരാ? 3 ആണ്. 3 ഇൻറ്റു ജെൻ്റെ പ്ലേസിലോ 2 ആണ്. 3 ഇൻറ്റു 2 6 6 - 3 പറഞ്ഞാൽ 3. അപ്പോൾ ആൻസർ എന്താ വരിക? 3/2. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ നമ്മളെ പവർഫുൾ മെട്രിക്സ് 3/2 ഓർഡറിലുള്ള മെട്രിക്സ് എന്ത് വരും? A11 ആരാ? 1 വരുന്നുണ്ട്. A12 ആരാ? 5/2 ആണ് വരുന്നത്. A21 ആരാ? 1/2 വരുന്നുണ്ട്. A22 2 ആണ് അല്ലേ? A31 ആരാ? 0 വരുന്നുണ്ട്. A32 3/2 വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ച മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, മെട്രിക്സിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്. മെട്രിക്സിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഈക്വാലിറ്റി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? ഈക്വാലിറ്റി. നമുക്ക് മാത്സിലും വേണം ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്. നമ്മുടെ മാത്സിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആവുക. രണ്ടാൾക്കാർ തമ്മിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആവണം അല്ലേ? ഇവിടെയാണ് അതിൻ്റെ ഒറിജിനൽ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ 2 മെട്രിക്സ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അതിന് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത് എന്താണ്? അത് രണ്ടും സെയിം ഓർഡറിലുള്ള ആളുകളാവണം. ഡിഫറെൻ്റ് ഓർഡറിലുള്ള 2 മെട്രിക്സിനെ നമുക്ക് ഒരിക്കലും അത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ
ഒരു ഓർഡർ വരുന്നത് 3/2 ആണ്, ഒരു ഓർഡർ വരുന്നത് 2/2 ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആക്കാൻ കഴിയൂല. ഓക്കെ, അപ്പോൾ സെയിം ഓർഡറിലുള്ള മെട്രിക്സിനെ മാത്രമേ നമുക്ക് ഈക്വാലിറ്റിക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ സെയിം ഓർഡറിലുള്ളതാണെങ്കിൽ അതിലുള്ള കറസ്പോണ്ടിങ് ആ രണ്ട് മെട്രിക്സിലുള്ള കറസ്പോണ്ടിങ് എലമെന്റ്സും എന്ത് തന്നെ ആവും, ഈക്വൽ ആവും. ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്, 4 ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഏതാ, 4 തന്നെയാണ്. അല്ലാതെ 4 ഈക്വൽ ആയിട്ട് നമ്പർ 24 ആണോ? ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പൊ സിംഗിൾ ഡിജിറ്റിന് ഈക്വൽ ആയിട്ട് ആരെന്നെ വരണം, സിംഗിൾ ഡിജിറ്റ് തന്നെ വരണം. അത് ആരെന്നെ വരണം, കറസ്പോണ്ടിങ് എലമെന്റ് തന്നെ വരണം, 4 തന്നെ വരണം. അപ്പൊ 4 ഈക്വൽ ഏതാ, 4 തന്നെ. അപ്പൊ നമ്മൾ ഈ മെട്രിക്സിന്റെ കേസിൽ അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ എഴുതാം. അതിന് മുന്നേ 2 മെട്രിസസ് ആർ ഈക്വൽ 2 മെട്രിസസ് നമുക്കിവിടെ ഒരു ജനറൽ ഫോം തന്നിട്ടുണ്ട്. AIJ, ഇതിന്റെ ഓർഡർ M/N ആണ്. ആൻഡ് B ഈക്വൽ ടു, B എന്നുള്ളൊരു മെട്രിക്സ് സ്മോൾ ലെറ്റർ BIJ, ഓക്കെ, ആർ സെറ്റ് ടു ബി ഈക്വൽ if they are of the same order. And one more condition, each element of A is equal to B, the corresponding element of B. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. എ എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 1 2 0 5 ആണ്. ബി എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, x2 0 y ആണ്. ഓക്കെ, ഇത് രണ്ടും എന്താണ്, സെയിം ഓർഡർ ആണ്. ഇതിന്റെ ഓർഡർ 2/2 ആണ്. രണ്ടാമത്തെ ബി എന്നുള്ള മെട്രിക്സ് ഓൾസോ എന്താണ്, 2/2 ആണ്. ഇനി മെട്രിക്സ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 1 2 0 5 ഈക്വൽ ആണ് ഏതിന്, ബി എന്നുള്ള മെട്രിക്സ് x2 0 y എന്നുള്ള മെട്രിക്സിന് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവും അല്ലേ. ഇവിടെ 2ന്റെ പ്ലേസിൽ ആര് തന്നെയാണ്, ഇവിടെ 2 ആണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ 2 ആണ്, ഇവിടെയും തന്നെയാണ് 2 തന്നെയാണ്. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ വരിക, എക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ആരാ, 1 ആണ്. വൈന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ആരാ, ഏതില്, മെട്രിക്സ് എയില് 5 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈക്വാലിറ്റി ഓഫ് ഗിവൺ ടു മെട്രിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെട്രിക്സ് ഈക്വലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, നമുക്ക് ഒരുപാട് പ്രോബ്ലത്തിന്റെ ഇടയിലൊക്കെ നമുക്ക് ഈ ഒരു ടേം ആവശ്യമുള്ളതാണ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യാൻ, നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 4 നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. മെട്രിക്സിന്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, 3 റോ 3 കോളം ഉണ്ട്. ഇതൊരു 3/3 ആണ്. രണ്ടാമത്തെ മെട്രിക്സ് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഓർഡർ തന്നെയാണ്. ഇതാണ് ഇതിൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഒരു ഫംഗ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, എക്സിന്റെ വൈൻ്റെ വേരിയബിൾ ഒക്കെ ഉള്ള. അപ്പോൾ ഇതിന്റെ ഓർഡർ തന്നെയാണ് 3/3 തന്നെയാണ്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ABC, X ആൻഡ് Y. ഇത്രയും വേരിയബിൾസിന്റെ വാല്യൂ എന്താന്നുള്ളതാണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം, ഇഫ് ഗിവൺ 2 മെട്രിക്സസ് ആർ ഈക്വൽ ആർ ദി സെയിം ഇൻ ഓർഡർ. സെയിം ഓർഡറിലാണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ വേരിയബിൾസിന്റെയും വാല്യൂസ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സിൽ ഫസ്റ്റത്തെ പ്ലേസിൽ ഇരിക്കുന്നത് ആരാണ്, ഇവിടെ x+3 ആണ് ഇരിക്കുന്നത്. x+3ന്റെ കറസ്പോണ്ടിങ് ഇരിക്കുന്ന ആളാണ് എന്ത്, 0. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, x+3 ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു എന്താ വരിക, 3 എന്ന് വരും. സോറി, -3 എന്ന് വരും അല്ലേ. 3നെ നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ -3 എന്ന് വരും. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി -3. ഇനി രണ്ടാമത് ഇരിക്കുന്ന ആളാണ് ആര്, z+4. കറസ്പോണ്ടിങ് അവിടെ അപ്പുറത്ത് ഇരിക്കുന്ന ആളാണ് ആര്, 6 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, z+4 ഈക്വൽ ആണ് 6-നെങ്കിൽ z ഈക്വൽ ടു എന്താ വരിക, 6 - 4 വരും. z ഈക്വൽ ടു 2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി മൂന്നാമത്തെ എലമെന്റ് നമുക്കിവിടെ വൈൻ്റെ പ്ലേസിൽ കറസ്പോണ്ടിങ് അപ്പുറത്ത് ഇരിക്കുന്ന ആള് y ഉള്ള ആൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. നോക്കാം,
2y മൈനസ് 7 ഈക്വൽ ആണ് 3y മൈനസ് 2ന്. നമുക്ക് വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അങ്ങോട്ട് കൊണ്ടുപോകണം സേഫ്. നമുക്ക് 2y അല്ലേ, 2y അങ്ങോട്ട് കൊണ്ടുപോകാം, കിടക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റിൽ -2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ 2 - 7 ആയി ഈക്വൽ ടു 3y മൈനസ് 2y ആയി അല്ലേ? 3y മൈനസ് 2y എന്ന് പറഞ്ഞാൽ എന്താ? y ആണ്. y ഈക്വൽ ടു 2 - 7 എന്ന് പറഞ്ഞാൽ 5 ആണ്. വെറും 5 ആണോ? -5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി, സെഡ് എന്താണെന്നുള്ളത് കിട്ടി, ആൻഡ് വൈ എന്താണെന്നുള്ളത് കിട്ടി. ഇനി മൂന്നാളും കൂടി ഉണ്ട് അല്ലേ? ആരൊക്കെയാണ്? ഒന്ന് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ ഇവിടെ വരുന്നത് രണ്ടാമത്തെ റോല് സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് A-1 എന്നുള്ള ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട് അല്ലേ? കറസ്പോണ്ടിങ് അപ്പുറത്ത് ആരായിരിക്കണം? -3 ആണ്. അപ്പോൾ എ ഈക്വൽ ടു -3 + 1 എന്ന് എഴുതി എ ഈക്വൽ ടു എന്ത് വരും? A-2 ആണെന്നുള്ളത് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ മെട്രിക്സിൽ ഇതാ അടുത്ത സെക്കൻഡ് റോല് തേർഡ് എലമെൻ്റ് ആയിട്ട് ഒരു 0 എടുക്കുന്നുണ്ട്, കറസ്പോണ്ടിങ് 2c + 2 കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ആ 2c + 2 ഈക്വൽ ആണ് എന്തിന്? 0ക്ക് ഈക്വൽ ആണെങ്കിൽ 2c ഈക്വൽ ടു എന്ത് വരും? 0ൻ്റെ അപ്പുറത്തേക്ക് +2നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ -2 എന്ന് വരും. വേറെ c ഈക്വൽ ടു എന്ത് വരും? -2/2. c ഈക്വൽ ടു എന്ത് വരും? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -1 വരും. അപ്പോൾ സീൻ്റെ വാല്യൂ കിട്ടിയോ? കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം? ഇതാ തേർഡ് റോല് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഇവിടെ ആൾ ഇരിക്കുന്നുണ്ട് അല്ലേ? ആളാണ് B-3. ഓക്കെ, B-3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്തുള്ളത് 2b + 4 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബീനെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ 2b - b ഈക്വൽ ടു, അങ്ങനെ എഴുതി കൺഫ്യൂഷൻ ആവുക. ഇവിടെ -3 ആണുള്ളത്. അപ്പോൾ -3 +4 അങ്ങോട്ട് കൊണ്ടുവന്നു -4 ആയി. 2b ഈ ബീനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായി? -b ആയി. ഓക്കെ, -3 -4 എന്ന് പറഞ്ഞാൽ -7 ആണ്. 2b എന്നൊരു ബി പോയി കഴിഞ്ഞാൽ, 2 ചക്കിൽ നിന്നൊരു ചക്ക പോയി കഴിഞ്ഞാൽ എന്തായി? 1 ചക്ക. അപ്പോൾ ഇവിടെ എന്ത് വരും? ബി. അപ്പോൾ ബി ഈക്വൽ ടു എന്ത് കിട്ടി? -7 എന്നുള്ളത് കിട്ടി. അപ്പോൾ നമ്മളെ നമ്പേഴ്സ് ആരൊക്കെയാണ്? എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ -3 ആണ്. വൈൻ്റെ വാല്യൂ എന്താണ്? -5 ആണ്. ഇസെഡിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. എൻ്റെ വാല്യൂ എന്താണ്? എൻ്റെ വാല്യൂ -2 ആണ്. ബീൻ്റെ വാല്യൂ -7 ആണ്. ആൻഡ് സീൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് മെട്രിക്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇക്വേറ്റ് ചെയ്ത് സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സിനെ ഇക്വേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ എന്നുള്ള ഒരു ടേം വെച്ചിട്ട് നമ്മൾ എല്ലാ ആൾക്കാരെയും കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് A, B, C ആൻഡ് D. ഓക്കെ, ഫ്രം ദി ഫോളോയിങ് A, B, C, D. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഏതാ മെട്രിക്സ്? ഇവിടെ ആദ്യത്തെ മെട്രിക്സിന് 2 കോളം ഉണ്ട്, 2 റോ ഉണ്ട്. 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ഒരു 2/2 ആണ് അല്ലേ? രണ്ടാമത്തെ മെട്രിക്സും അത് തന്നെയാണ്, 2/2 ആണ്. അപ്പോൾ സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കണ്ടീഷൻ ഇതാക്കി എഴുതാം. ആദ്യത്തെ രണ്ട് എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് ഏതൊക്കെ വരുന്നത്? 2a + b ഈക്വൽ ആണ് ഇതിന് 4ന് ഈക്വൽ ആണ് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് വരുന്നത് A - 2b ഈക്വൽ ആണ് ഇതിന് -3ക്ക് ഈക്വൽ ആണ് അല്ലേ? അതുപോലെ തന്നെ മൂന്നാമത്തെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് 5c - d ഈക്വൽ ആണ് ഇതിന് 11 എന്നുള്ള ആൾക്ക് ഈക്വൽ ആണ് അല്ലേ? ഇനി സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരുന്ന ആളാണ് 4c + 3d എന്തിന് ഈക്വൽ ആണ്? 24ന് ഈക്വൽ ആണ്. ഇത്രയും ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസിൽ നിന്ന് ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടോ ഇക്വേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തെ ഇക്വേഷനെ ഞാൻ ബി ഈക്വൽ ടു എന്ത് എഴുതിയെന്ന് അറിയാം? 4 - 2a എന്ന് എഴുതി. ഓക്കെ, ഈ ബീൻ്റെ വാല്യൂ ഞാൻ രണ്ടാമത്തെ ഇക്വേഷനിൽ A-2 ഇൻറ്റു ബീൻ്റെ പ്ലേസിൽ ഞാൻ 4 - 2a എന്ന് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു -3. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 8 പ്ലസ് -2 ഇൻറ്റു -2a അല്ലേ? അപ്പോൾ +4a ഈക്വൽ ടു -3 എന്ന് വരും. അപ്പോൾ 4a + a എന്ന് പറഞ്ഞാൽ എന്താ? 5a ആണ്. ഈ -8ന് ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോയപ്പോൾ -3 + 8 എന്നായി. ഓക്കെ, അപ്പോൾ 5a ഈക്വൽ ടു എന്തായി? 5 ആയി. a ഈക്വൽ ടു എന്തായി? 1 ആയി. 5/5 ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ A1 ആണെന്നുണ്ടെങ്കിൽ ബീൻ്റെ വാല്യൂ നമുക്കിവിടെ കണ്ടൂടെ? ഈ സാധനം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ A1 ആണെങ്കിൽ 4 - 2 എന്ന് വരും. അപ്പോൾ ബീൻ്റെ വാല്യൂ എന്താ വരിക? 2 എന്ന് വരും. ഇതേ മെത്തേഡിൽ നമുക്ക് സിയും ഡിയും കണ്ടുപിടിച്ചൂടെ? ഇവിടെ ഞാൻ ഡി ഈക്വൽ ടു ഡീനെ ഞാൻ അപ്പുറം കൊണ്ടുപോയി, 11നെ ഞാൻ അപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? 5c - 11 എന്നുള്ളൊരു ടേമിലെത്തി.
ഇത് ഞാൻ ഈ ലാസ്റ്റത്തെ ഇക്വേഷനിൽ ഡീൻ്റെ പ്ലേസിൽ അത് അപ്ലൈ ചെയ്തു. 3 × 5c - 11 = 24 എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 15c = ഇടുന്ന പ്ലസ് ആണ്, 15c - 33 എന്ന് വന്നു, = 24. 5c 15c എത്ര വരിക? 4c + 15c എത്ര വരിക? 19c = 24 - 33 അല്ലേ? 24 - 33 എന്ന് വരും. 19c = എത്ര 3 ആണ്? ഓക്കെ, 19c = 24 9. ഓക്കെ, c = (4c + 15c എത്ര വരിക? 19c എന്ന് വരും അല്ലേ? -33 ന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ 24 + 33 എന്ന് വരും. അപ്പോൾ 19c = 24 + 33 എത്ര? 57 ആണ് വരുന്നത്. വേറെ c = 57/19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് വരിക. സീൻ്റെ ആൻസർ 3 ആണ്. അപ്പോൾ നമുക്കിവിടെ ആരൊക്കെ കിട്ടി? a = 1 ആണ്, b = 2 ആണ്. ഫാൻസി നമ്പർ ആണല്ലോ. c = 3 ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്തെടുക്കുക.